വയനാട് പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പിലെ വീട് നിർമ്മാണ ചെലവ് 30 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമാക്കി നിശ്ചയിച്ചിരിക്കുകയാണ് സർക്കാർ. വീട് വയ്ക്കുന്നതിനുള്ള ഭൂമി 7 സെന്റായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. മന്ത്രിസഭാ തീരുമാനത്തിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വളരെ വേഗം പരിശോധിച്ചു പോകാം. പുനരധിവാസം നേരത്തെ തീരുമാനിച്ചിരുന്നത് ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് 30 ലക്ഷം എന്നാണ്. ഇതിനെ തുടർന്ന് പല സ്പോൺസറിംഗ് ഏജൻസികളും പിന്മാറുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് 30 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് വീടിന്റെ നിർമ്മാണ ചെലവ് കുറച്ചിരിക്കുന്നത്. കൂടുതൽ വീടുകൾ നിർമ്മിക്കുന്നതും കൂടുതൽ സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതുമായ ആനുകൂല്യം കിട്ടുന്നു എന്നതാണ് ഈ 20 ലക്ഷമാക്കി കുറയ്ക്കാനുള്ള കാരണം. വീട് നിർമ്മാണത്തിന് നേരത്തെ എൽസ്റ്റൺ എസ്റ്റേറ്റിലടക്കം 5 സെന്റാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 7 സെന്റ് എന്ന നിലയിലേക്ക് 5 സെന്റിൽ നിന്നും ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, 12 വർഷം വരെ ഈ വീട് കിട്ടിക്കഴിഞ്ഞാൽ അത് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല, വിൽക്കാൻ കഴിയില്ല. 12 വർഷം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കൂ, വീട് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കൂ. വീട് ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും പേരിലായിരിക്കണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം. വീട് വെച്ച് വായ്പ എടുക്കുന്നതിൽ തീരുമാനമായില്ല, തീരുമാനം പരിശോധിച്ചതിന് ശേഷം എന്നതാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഓരോരോ കേസ് അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുക വായ്പ അനുവദിക്കുന്ന കാര്യത്തിൽ. അതായത് പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഒരേ കണ്ടീഷൻ ആയിരിക്കില്ല, വ്യക്തി വിഷയങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. ആദ്യഘട്ടത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അതിനുശേഷം വേണ്ടി വന്നാൽ മാത്രമേ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോവുകയുള്ളൂ. 300 രൂപ ബത്ത നിലവിൽ ലഭിക്കുന്നുണ്ട്, അത് തുടർന്നും ലഭിക്കും എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ തീരുമാനം. സപ്ലൈകോ വഴി മാത്രം 100 രൂപയുടെ സാധനങ്ങൾ വാങ്ങാവുന്ന ഒരു കൂപ്പൺ, 1000 രൂപയുടെ കൂപ്പൺ സാധനങ്ങൾ വാങ്ങാവുന്ന ഒരു കൂപ്പൺ നൽകുന്നുണ്ട്. അതുപ്രകാരം കിറ്റിന് സമാനമായി ഈ 1000 രൂപ സിവിൽ സപ്ലൈ സ്റ്റോറിൽ കൊണ്ടുകൊടുത്താൽ 1000 രൂപയുടെ സാധനങ്ങൾ ലഭ്യമാക്കും. അതും പുനരധിവാസത്തിന്റെ ഭാഗമാണ്. 2B ലിസ്റ്റ് ഉടൻ തയ്യാറാക്കും, അതിലുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തും. സുരക്ഷിതമല്ലാത്തിടത്ത് താമസിക്കുന്നവരെയും പരിഗണിക്കാനാണ് സർക്കാർ ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർ മാത്രമല്ല, ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ താമസിക്കുന്നവർക്കും പുനരധിവാസത്തിന്റെ പാക്കേജ് ലഭിക്കും. വീട് മാറി താമസിപ്പിക്കേണ്ടവരുടെ പ്രത്യേക ലിസ്റ്റും തയ്യാറാക്കും എന്നാണ് ഇപ്പോൾ ഇന്നത്തെ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്.